എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ 51 സങ്കീർത്തനത്തിൽ കൂടിയാണ് പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 51 സങ്കീർത്തനത്തെക്കുറിച്ച് സെവറൽ എപ്പിസോഡ്സ് ഇപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. മിക്കവാറും മറ്റെല്ലാ സങ്കീർത്തനങ്ങളും 1-2 എപ്പിസോഡുകളായി ഒതുങ്ങിയപ്പോൾ 51 സങ്കീർത്തനത്തെക്കുറിച്ച് വളരെ വിപുലമായ ഒരു പഠനം തന്നെ നൽകണം എന്ന് ദൈവാത്മാവ് എനിക്ക് തോന്നിച്ചു. ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദിന്റെ ജീവിതത്തിലെ ഘോരമായിരിക്കുന്ന പാപവും അനന്തരഫലങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയനിർദ്ദേശത്തിനായി രേഖപ്പെടുത്തിയിരിക്കുന്ന വേദാംശമാണ് 51 സങ്കീർത്തനം. ഈ 51 സങ്കീർത്തനത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണ്. എന്താണ് ആ വാക്യങ്ങൾ എന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഞാൻ കേൾപ്പിക്കട്ടെ. അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ഈ വാക്യാംശം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. വാസ്തവത്തില് നമ്മുടെ ആത്മീയ പക്വതയുടെ അടിസ്ഥാനപരമായ ഒരടയാളമാണ് പാപത്തിന്റെ ഭയാനകതയെക്കുറിച്ചുള്ള നമ്മുടെ തിരിച്ചറിവ്. പാപം എത്രമാത്രം ഭയാനകമാണ്, ഭീവത്സമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ മച്യൂരിറ്റി. പാപം എത്ര വലിയ അപകടത്തെ നമ്മുടെ മുമ്പാകെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് നമ്മുടെ ആത്മീയ പക്വതയുടെ അടയാളമാണ്. ബിഷപ്പ് വില്യം കൾബേർട്സൺ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം ക്ഷമിക്കപ്പെട്ട പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന പരിണിത ഫലങ്ങൾ. അപ്പൊ ചോദിക്കും, ദൈവം പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിണിത ഫലമുണ്ടോ? ചില ആളുകൾ പാപത്തെക്കുറിച്ച് അങ്ങനെ പാപം ചെയ്യുന്നു, അങ്ങനെ ദൈവത്തോട് ഏറ്റു പറയുന്നു, ദൈവം ക്ഷമിക്കുന്നു, പിന്നെ അതിന്റെ പേരിൽ യാതൊന്നുമില്ല. അങ്ങനെയല്ല. പാപം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാലും ജഡത്തിൽ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഈ ജഡത്തിൽ അനുഭവിക്കേണ്ടതായി വരും. ദാവീദ് തന്നെ, നാഥാൻ തന്നെ ഈ പാപം ഓർപ്പിച്ചപ്പോൾ അവൻ ദൈവസ്ഥലിൽ ഏറ്റുപറയുകയും, ഏറ്റുപറഞ്ഞ പാപത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, നിന്റെ പാപങ്ങളെ നീ ദൈവത്തോട് ഏറ്റുപറഞ്ഞതുകൊണ്ട് ആത്മാവിലുള്ള കന്മഷങ്ങളെ ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഗോഡ് ഹാഡ് ഫോർഗിവൺ ഹിം ദ സിൻ ഇൻ ഹിസ് സ്പിരിറ്റ്. ഇനി അവന് സ്വർഗത്തിൽ ശിക്ഷയൊന്നുമില്ല. കാരണം അറിയാമോ, അവന്റെ പാപങ്ങളെ അവൻ ദൈവത്തോട് അറിയിച്ചു, ദൈവം അത് അവനോട് ക്ഷമിച്ചു. ഗോഡ് ഇൻ ഹിസ് മേഴ്സി ഫോർഗിവൺ ഹിസ് സിൻ when he had confessed his sin to the Lord. അതുകൊണ്ടല്ല, there is no more condemnation for him in heaven. ഇനി സ്വർഗരാജ്യത്തിൽ അവന് ശിക്ഷാവിധിയൊന്നുമില്ല. അപ്പൊ തന്നെ നാഥാൻ പറഞ്ഞു, എങ്കിലും നീ ജഡത്തിൽ നിന്റെ കന്മഷങ്ങൾ അനുഭവിക്കേണ്ടായി വരും. ഒരു വിശ്വാസി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പാപവും, ഇന്ന പാപമൊന്നുമില്ല, ചില ആൾ ചിന്തിക്കുന്ന വ്യഭിചാരമാണ് ഏറ്റവും വലിയ പാപം, അതാണ് വലിയ ഗുരുതരമായ പാപം, അതിനപ്പുറത്ത് വേറെ പാപം അല്ല. അതിന് എല്ലാം പാപം. സിൻ ഈസ് സിൻ. എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് ഇൻ കൺഫോമിറ്റി ടു ദ ക്യാരക്ടർ ആൻഡ് വിൽ ഓഫ് ഗോഡ് ഈസ് സിൻ. ദൈവത്തിന്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും യോജിക്കാത്തതായി വരുന്ന എന്തും പാപമാണ്. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയില്ലെന്നാണ് ശലോമോൻ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇത്ര വലിയ ഗുരുതരമായ പ്രശ്നക്കാരാണ്, ഞാൻ നീതിമാനാണെന്ന് ചിന്തിക്കുന്നവർ. നമ്മളെല്ലാം പാപികളാണ്, എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുന്നവരാണ്. കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാൻ എന്നാണ് ഒരു പാട്ടുകാരൻ പാടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, sin has a great, the forgiven sin has a greater consequences in our flesh. ക്ഷമിക്കപ്പെട്ട പാപത്തിന് നമ്മുടെ ജഡത്തിൽ വലിയ പരിണിത ഫലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, പിന്നെന്താ ദൈവം ക്ഷമിച്ചത്?
ദൈവം ക്ഷമിച്ചത് ആത്മാവിലുള്ള ശിക്ഷയാണ്. ജഡത്തിൽ ചെയ്തതിന് ജഡത്തിൽ തന്നെ അനുഭവിക്കണം. എന്താറോ ഈ ഗലാത്യർ 6:7 വായിക്കുന്ന വാട്സോ എവർ എ മാൻ ഷാൽ സോ ദാറ്റ് ഷാൽ ഹി ഓൾസോ റീപ്പ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വാട്സോവർ എ മാൻ ഷാൽ സോ ദാറ്റ് ഷാൽ ഹി ഓൾസോ റീപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, ദാവീദിന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു. എങ്കിലും ഈ പാപം മുഖാന്തരമായി ഉളവായ ശിശു മരിച്ചു. ആ ശിശു മരിച്ചുപോയി. അപ്പൊ പാപം ക്ഷമിക്കപ്പെട്ടു. പാപത്തിന്റെ ഫലം എന്ത് ചെയ്തു? മരിച്ചുപോയി. മാത്രമല്ല, അവന്റെ മകനായ അബ്ശാലോമും അമ്നോനും അവന് വിരോധമായി പ്രവർത്തിച്ചു. അവന്റെ ബത്ശബയിലുണ്ടായ മകൻ മരിച്ചു. അവന്റെ മൂത്ത മകനായ അബ്ശാലോം അവന്റെ സിംഹാസനം പിടിച്ചെടുത്തു. അമ്നോൻ അവന്റെ സഹോദരിയെ വഷളാക്കി അവന്റെ കണ്ണിന് മുമ്പാകെ വല്ലാത്ത വിഷമവൃത്തത്തിൽ അവരെ ആക്കി. അവർ പിന്നീട് കൊല്ലപ്പെട്ടു. അബ്ശാലോം കൊല്ലപ്പെട്ടു, അമ്നോനും കൊല്ലപ്പെട്ടു. ബത്ശബയിലുണ്ടായ ശിശുവും മരിച്ചു. ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിക്കും, നിശ്ചയമായും ക്ഷമിക്കും. തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. God in His grace He forgives, but in His government we face the consequences. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാന നീതിയാണെന്ന് വേദപുസ്തകം പറഞ്ഞു. നീതിയും സമാധാനവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ കരുണ മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഭരണകൂടത്തിലെ സിംഹാസനത്തിലെ നീതി മനുഷ്യന്റെ പാപങ്ങൾക്ക് ശിക്ഷ നൽകുന്നു. നമ്മള് വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തേ മതിയാവൂ എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. പരീക്ഷ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. പരീക്ഷ അതിൽ തന്നെ പാപമല്ല. എന്നാൽ പരീക്ഷ ഉണ്ടാകുവാനുള്ള മാർഗമുണ്ടാക്കുന്നതും പരീക്ഷയ്ക്ക് വിധേയപ്പെട്ടു പോകുന്നതും പാപമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാം. ഇപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയോട്, ഓപ്പോസിറ്റ് സെക്സിനോട് വൈകാരികമായ ഒരടുപ്പം ഉണ്ടാകുന്ന നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മറിച്ചും അങ്ങനെ സ്ത്രീക്ക് പുരുഷനോട്. ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തിന്റെ നഗ്നത വെളിവാകത്തക്ക നിലയിലുള്ള വസ്ത്രധാരണത്തോട് നടന്നു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ചിലപ്പോൾ എത്തി നോക്കി എന്ന് വരാം. ഇന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫാഷനബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ നടന്നു കഴിയുമ്പോൾ, ശരീര അവയവങ്ങളെ പ്രദർശിപ്പിച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ ജഡം വാഴുന്ന പല ആളുകളും അങ്ങനെ നോക്കിയെന്ന് വരാം. അതെന്താണ്? അങ്ങനെയുള്ള ആ വസ്ത്രധാരണത്തെയാണ് പറയുന്നത് ടു കൾട്ടിവേറ്റ് ടെംപ്ടേഷൻ. പരീക്ഷ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത് കൃഷി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക, ഉണ്ടാക്കുക. To cultivate temptation and yield to temptation is sin. പാപത്തിനുള്ള മാർഗം ഉണ്ടാക്കി കാണിക്കുക, പാപത്തിന് വശംവദനാകുക, പരീക്ഷയ്ക്ക് വശംവദനാകുക, ഇത് രണ്ടും പാപമാണ്. പാപം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ദാവീദ് ഏറ്റവും കുറഞ്ഞത് 6-7 പ്രോസസ്സിൽ കൂടി കടന്നുപോയി. ഒരു 6 പ്രോസസ്സിലൂടെ കടന്നുപോയി. ഒന്നാമത്തെ പ്രോസസ്സ് 2 ശമൂവേൽ 11 വായിക്കണം. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഡേവിഡ് ലേ ഡൗൺ ഹിസ് ആർമർ. ദാവീദ് തന്റെ ആയുധം ഉരിഞ്ഞു വെച്ചു. ദാവീദ് ഒരു വലിയ യോദ്ധാവാണ്. 17-ാമത്തെ വയസ്സിലെ യോദ്ധാവാണ്, തെളിയിച്ചവനാണ്. ഫെലിസ്ത്യ മലന്റെ തലയുമായി ശൗലിന്റെ അടുക്കൽ വന്നവനാണ്. സിംഹാസനം വാഗ്ദാനം ചെയ്യപ്പെട്ടവനാണ്. ധീരനാണ്. ഒരിക്കലും ഭയപ്പെട്ടു ഓടുന്നവനല്ല. ബട്ട് ഈ ലേ ഡൗൺ ഹിസ് ആർമർ. വാസ്തവത്തില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫേസ്യർ 6 പറയുന്നത് വെയർഫോർ പുട്ട് ഓൺ ദി സ്പിരിച്വൽ ആർമർ എന്നാണ്. നിങ്ങളുടെ ആത്മിക ജീവിതത്തിന്റെ ആയുധങ്ങൾ, ദൈവത്തിന്റെ സർവായുധങ്ങളെ ധരിച്ചുകൊള്ളുന്നാണ് പറയുന്നത്. നമ്മൾ ഈ സർവായുധ വർഗം ഉരിഞ്ഞു കളയുന്നവരാണോ അതോ ധരിക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ചോദന ചെയ്യണം. നമ്മൾ ഈ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുന്നത് പ്രാർത്ഥനയിലും മറ്റും കൂടിയാണ്. നമ്മളെന്ത് ചെയ്യണം? രാവിലെയും വൈകിട്ടും ഏറ്റവും കുറഞ്ഞത് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവസ്വനയിൽ നമ്മൾ അടുത്തു വരണം. 2, ഒന്നാമത് സംഭവിച്ച ഡേവിഡ് ലെയ്ഡ് ഡൗൺ ഹിസ് ആർമർ. നമ്പർ 2, ഡേവിഡ് വാസ് നോട്ട് ലുക്കിംഗ് ടു ഗോഡ്.
ദാവീദ് ദൈവത്തെ ആയിരുന്നില്ല ഈ സമയം നോക്കിയത്. ആൻഡ് ഹി വാസ് ലുക്കിംഗ് ടു ബേത്ഷീബ. അവൻ ദൈവത്തിനെ നോക്കേണ്ട കണ്ണുകൾ കൊണ്ട് ബേത്ശേബയെ നോക്കി. യോബ് തന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഞാന് ഒരു സ്ത്രീയെ നോക്കാതിരിക്കണതിന് എന്റെ കണ്ണുമായി ഒരു നിയമം ചിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചിരിക്കുന്നു, പിന്നെ ഞാൻ ഒരു സ്ത്രീയെ നോക്കുന്നത് എങ്ങനെ? ശ്രദ്ധിച്ചു വായിക്കണം. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, പുരുഷന്മാരും സ്ത്രീകളുള്ള ലോകത്ത്. യോബ് പറയാണ്, ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, then how shall I look a woman? How shall I see a woman എന്നല്ല പറയുന്നത്. നമ്മൾ വഴിയെ പോകുന്നു, എത്രയോ പെമ്പിള്ളാരെ കാണുന്നു, സ്ത്രീകളെ കാണുന്നു. അത് പാപമാണ്? അല്ല. ഒരു സ്ത്രീയെ കണ്ടിട്ട് അവളുടെ ആകാരവടിവോ അവളുടെ സൗന്ദര്യമോ അവളുടെ വസ്ത്രധാരണമോ നമ്മളെ മോഹിപ്പിച്ചിട്ട് അവളെ ഒന്നുകൂടെ നോക്കാൻ ശ്രമിക്കുന്നത് പാപമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എത്ര പേര് ഈ പാപത്തിൽ നിന്ന് എക്സെപ്റ്റഡ് ആയിരിക്കും? ശ്രദ്ധിക്കുക. അപ്പൊ ദാവീദ് ദൈവത്തെ നോക്കാതെ ബേത്ശേബയെ നോക്കി. നമ്പർ 3, മൂന്നാമത് പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത് ചെയ്യുന്നത്, ഡേവിഡ് ഡിഡ് നോട്ട് വാച്ച് ആൻഡ് പ്രേ. ദാവീദ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല. ഒരു വിശ്വാസി എന്താ ചെയ്യേണ്ടത്? ഹി ഹാസ് ടു വെയിറ്റ് അപ്പോൺ ദി ലോർഡ്, വാച്ച് ഇൻ പ്രേയർ. കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദാവീദ് അത് ചെയ്തില്ല. നമ്മുടെ ജഡം ബലഹീനമാണ്, നമ്മൾ അറിയണം. ബലഹീനമായ ശരീരം ദൈവത്തിന് അനിഷ്ടമായ പാപപ്രവൃത്തികളിലേക്ക് പോകാതിരിക്കേണ്ടതിന്, നമ്മുടെ ചിന്തകൾ പതറിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദാവീദ് അത് ചെയ്തില്ല. മൂന്നാമത്തെ തെറ്റ് അതാണ്. അപ്പോൾ വാസ്തവത്തിൽ ദാവീദ് കടന്നുപോയ പാപത്തിന്റെ വഴികളിൽ ഒന്നാമത്തെ വഴി, ഈ ലേ ഡൗൺ ഹിസ് ആർം, തന്റെ ആയുധവർഗം താൻ ഉരിഞ്ഞു വെച്ചു. 2, അവൻ ഹി വാസ് നോട്ട് ലുക്കിംഗ് ടു ഗോഡ്, അവൻ ദൈവത്തെ നോക്കിയില്ല, ബേത്ശേബയെ നോക്കി. പിന്നെ വായിക്കുന്നത്, അവന് എന്ത് ചെയ്തു? അവന് ഡേവിഡ് ഡിഡ് നോട്ട് വാച്ച് ആൻഡ് പ്രേ, അവനെ ദൈവസന്നിധിയിൽ കാവൽ ചെയ്ത് പ്രാർത്ഥനയിൽ ജാഗരിച്ചില്ല. ജഡം ബലഹീനമാണെന്ന് മനസ്സിലാക്കിയില്ല. വാസ്തവത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പക്വത പ്രാപിച്ചു വരുമ്പോൾ വളരെ ബുദ്ധിശാലികളായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. 4 വായിക്കുന്നു, ഡേവിഡ് വാസ് എലോൺ. ദാവീദ് ഈ പാപം ചെയ്യുമ്പോൾ അവൻ ഒറ്റയ്ക്ക് മട്ടുപ്പാവിൽ ഉലാവുകയായിരുന്നു. പടയാളികൾ പടക്കൂട്ടങ്ങളായി വാർഫീൽഡിൽ യുദ്ധം ചെയ്യുകയാണ്. യോവാബ് സൈനിക മേധാവിയായി പട്ടാളക്കാരോടുകൊണ്ട് ദാവീദ് ഏകനായി ഉലസുകയായിരുന്നു. ബി കോഷ്യസ് വൈൽ യു ആർ എലോൺ ക്ലോസഡ് വിത്ത് ആൻ ഓപ്പോസിറ്റ് സെക്സ്. എതിർലിംഗത്തിൽപ്പെട്ട ഒരാളുമായി നിങ്ങൾ വളരെ ഏകാന്തയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങൾ വളരെ സൂക്ഷിക്കണം. There is possibility for Satan to tempt you and you to yield in that sin. പിശാച് പാപത്താൽ നിങ്ങളെ പരീക്ഷിക്കുകയും ആ പരീക്ഷയിൽ നിങ്ങൾ വീണുപോവുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? നെവർ ടു ബി എലോൺ ക്ലോസഡ് വിത്ത് ആൻ ഓപ്പോസിറ്റ് സെക്സ് ഫോർ എ ലോങ് ടൈം. എതിർലിംഗത്തിൽപ്പെട്ട ഒരാളുമായി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ലോങ് ടൈം, നീണ്ട സമയം ആയിരിക്കരുത്. ടെംപ്ടേഷൻ മേ ബി കൾട്ടിവേറ്റഡ് ആൻഡ് യു വിൽ ബി yielded to that temptation. അത് പ്രത്യേകം മനസ്സിലാക്കുക. 4 ചെയ്തത്, ഡേവിഡ് വാസ് എലോൺ. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നവൻ സകല ജ്ഞാനത്തോടും കയർക്കുന്നു, സദൃശവാക്യശലവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ നല്ല വിശുദ്ധന്മാരായ നല്ല ചിന്തയുള്ള സത്ചിന്തകളുള്ള, കണ്ടാൽ മറ്റുള്ള കാര്യങ്ങൾ പറയാതെ ആത്മീയ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും അവയിൽ നമ്മെ പ്രബുദ്ധരാക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുമായി ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ബാല്യം മുതലെങ്കിൽ ലഭിച്ചൊരു ഭാഗ്യമുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു അകന്ന ബന്ധുവായിരിക്കുന്ന കാക്കനാട്ട് കിവർജാൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. മുമ്പ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കിവർജാന് മാർത്തോമാക്കാനായിരുന്നു, കർഷകനായിരുന്നു. ഞങ്ങളൊക്കെ അന്യോന്യം പരസ്പരം സഹായത്തോടെ പറമ്പ് കിളയ്ക്കുകയും കൃഷി ഇറക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. ദീർഘായുസ്സുള്ളവനായി മരിച്ചു.
തന്റെ മനുഷ്യായുസിൽ ഒരിക്കലും ഒരു സൺഡേ വർഷിപ്പ് അദ്ദേഹം മുടക്കിയിട്ടില്ല. ഒരിക്കലും ഒരു ഇടവയോഗം മുടക്കിയിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ച ബൈബിൾ ഞാൻ കണ്ടു. എത്രയോ പ്രാവശ്യം വായിച്ച് പഴഞ്ചനായി പുറഞ്ചട്ടത്ത് ലഭിച്ചൊരു ബൈബിൾ മുഴുവൻ കാണാപ്പാടാ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. ഒരു സന്ധ്യാസമയമാകുമ്പോൾ പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് താൻ താമസിക്കുന്ന കുറച്ച് ഉയർന്ന കുന്നിലാണ്. അവിടെ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങളുടെ മുറ്റത്തിരിക്കും. രാത്രി ഒരു 9-9:30 വരെയും ഇങ്ങനെ ഇരിക്കുന്ന നിലാവുള്ള രാത്രിയാണെങ്കിൽ രാത്രി വൈകിട്ട് ഒരു 6 മണി മുതൽ 9-9:30 വരെ അവരുടെ പിതാവും മകനും അവിടെ ഇരിക്കും. അവരുടെ മുഴുവൻ സംസാര വിഷയവും വിശുദ്ധ വേദപുസ്തകത്തിലെ വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗീവർചാനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയമത്തിലെ മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ അവസരം ലഭിച്ചത് ഗീവർചാനിൽ നിന്ന്. ഇതല്ല വേറെ ഒന്നും പുള്ളി പറയുകയില്ല. ഒരു യോഗത്തിന് പോയാൽ തിരിച്ച് വീട്ടിൽ വരുന്നവരെ സംസാര വിഷയം അന്ന് കേട്ട പ്രസംഗ വിഷയത്തെക്കുറിച്ചാണ്. അങ്ങനെയുള്ള നല്ല ആളുകളുമായിട്ടുള്ള നമ്മുടെ സംസർഗം വാസ്തവത്തിൽ പാപം ഒഴിഞ്ഞു ജീവിക്കുവാൻ നമ്മെ സഹായിക്കും. 5ാമത് പറയുന്നത് ഡേവിഡ് ഇഗ്നോർഡ് ഗോഡ്സ് വേർഡ്. അവൻ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തു? അവഗണിച്ചു കളഞ്ഞു. ദൈവവചനത്തെ അവഗണിച്ചു കളഞ്ഞു. നമ്മളെ പാപത്തിന്റെ പരീക്ഷയിൽ അകപ്രാധിപ്പാൻ ദൈവവചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദ് മറ്റൊരു സമയത്ത് പറയും, പിന്നെ ഈ സംഭവത്തിനൊക്കെ ശേഷം ദാവീദ് 119 സങ്കീർത്തനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഐ ഹാവ് കൺസീവ്ഡ് ദൈ വേർഡ് ഇൻ മൈ ഹാർട്ട് ദാറ്റ് ഐ മൈറ്റ് നോട്ട് സിൻ അഗൈൻസ്റ്റ് ദീ. നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കുന്നതിന് ഞാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 6ാമത് ഡേവിഡ് ഡിഡ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ ആശ്രയിച്ചില്ല എന്നുള്ളത് നോക്കിയേ. പാപത്തിന്റെ വ്യാപകമായ തുടർമാനമായ പടികൾ എത്രയാണ്. അവന്റെ ആയുധവർഗവും അവൻ ഊരിവെച്ചു. അവനെ ദൈവത്തെ നോക്കാതെ ബേർശേബയെ നോക്കി. 3, അവൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചില്ല, കാത്തിരുന്നില്ല. 4, അവന് ഒറ്റയ്ക്കായിപ്പോയി. അവന് പടയാളികളോട് പോർക്കളത്തിൽ പോകേണ്ട സമയത്ത് അവന് ഏകാഗിയായി അരമനയിൽ കഴിഞ്ഞു. 5, അവൻ ദൈവവചനത്തെ അവഗണിച്ചു. 6, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവൻ ചാരിയില്ല, ആശ്രയിച്ചില്ല. എന്താ സംഭവിച്ചത്? ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തിന്റെ ഭയാനകമായ പോർക്കളത്തിൽ പരാജയപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ ഈ പറയപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നിശ്ചയമായും പാപത്തെ കോൺകർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദ ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് കോൺകറിങ് സിൻ. പാപത്തെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയാൽ അതിന് മുടക്കേണ്ടി വരുന്ന മുതൽ മുടക്ക് വളരെ വലുതാണ്. പാപം ദൈവം നമ്മോട് ക്ഷമിക്കും, എന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മുടെ ഈ ജഡശരീരത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ടതായി വരും. അപ്പോൾ ദൈവം കരുണാഭാരതിയാണ്. ഇത് ദാവീദിന്റെ കാര്യമാണ്. ദാവീദ് ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ച കൃപായുഗത്തിൽ എന്ത് കൊള്ളതായ്മ ചെയ്താലും ഒരു പ്രശ്നവുമില്ല, കർത്താവ് അങ്ങ് ക്ഷമിച്ചോളും പറഞ്ഞ് ആരെങ്കിലും ആശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. നീ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തത് ജഡത്തിൽ കൊയ്തിട്ടേ ഇവിടുന്ന് പോകാൻ വഴിയുള്ളൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആർക്ക് എന്ത് അധർമ്മം ചെയ്തോ ദോഷം ചെയ്തോ അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ കൊയ്യണ്ടായി വരും. ദൈവത്തെ ഭയപ്പെടുക. ഈ വചനങ്ങളെയൊക്കെ ദൈവം ഈ 51-ാം സംഖ്യയിൽ നമുക്ക് തന്നിരിക്കുന്നത് പാപത്തിന്റെ മുമ്പാകെ നമ്മളതിന്റെ കോൺസിക്വൻസ് ഓർത്ത് ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധരായി വിശ്വസ്തരായി ജീവിക്കേണ്ടതിനാണ്. അതിന് കർത്താവായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ആമേൻ.